പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായകമായ യോഗങ്ങൾ പുരോഗമിക്കുന്നു. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും നിർണായകമായ ദിവസം ഇന്നാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മേജർ എസ്കലേഷൻ സംഭവിച്ചത് ഇന്ന് പുലർച്ചെയാണ്. വലിയ പ്രകോപനമാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അതിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ 4 എയർബേസുകളാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നത്, ഇന്ത്യ തകർത്തിരിക്കുന്നത്. നൂർഖാർ എയർബേസ്, മുറീദ് എയർബേസ്, ഷോർക്കോട്ട് എയർബേസ്, ഇങ്ങനെ 3 ബേസുകൾ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു. 4ാമത്തേതായി ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാന്റെ 4ാമത്തെ എയർബേസും ഇന്ത്യ സൗത്ത് പഞ്ചാബിലെ റഹിംയാർ ഖാർ എയർബേസും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്നുള്ളതാണ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ 32 വിമാനത്താവളങ്ങൾ ഇന്ത്യ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 32 വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചിരിക്കുന്നു. അത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡൽഹി വിമാനത്താവളത്തിൽ സർവീസിന് തടസ്സമില്ല എന്നുള്ളതാണ്. രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ എന്ന് പറയുമ്പോൾ അത് അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളിലെ ആണ് കൂടുതലും ഈ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. 32 വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. അതേസമയം ഡൽഹി സാധാരണ നിലയിലാണ്. ഒരു സാധാരണ പ്രഭാതമാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ അടക്കമുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഇന്ത്യ ഒരു സാധാരണ ദിവസമായി തന്നെയാണ് ഈ ദിവസം ഉണർന്നെഴുന്നേൽക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. അത് അധംപൂർ, അംബാല, അമൃത്സർ, അവന്തിപ്പൂർ, ബറ്റിൻഡ, ഭുജ്, ബിക്കാനീർ, ചണ്ഡീഗഡ്, ഹൽവാര, ഹിന്ദൻ, ജയ്സാൽമീർ, ജമ്മു, ജാംനഗർ, ജോധ്പൂർ, കണ്ട്ല, കാംഗ്ര, കേശോദ്, കിഷൻഗഡ്, കുളു മനാലി, ലേ, ലുധിയാന, മുന്ദ്ര, നലിയ, പത്താൻകോട്ട്, പട്യാല, പോർബന്ദർ, രാജ്കോട്ട്, സർവാസ, ഷിംല, ശ്രീനഗർ, തോയിസ്, ഉത്തർലെ ഈ വിമാനത്താവളങ്ങളിലെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വ്യോമാക്രമണങ്ങളുടെ സാഹചര്യത്തിലാണ് ഇത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇന്ന് രാവിലെയാണ് വ്യോമാക്രമണം നടത്തിയത്. ആ വ്യോമാക്രമണത്തെ ഇന്ത്യ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ മിലിറ്ററി ബേസുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ജമ്മു എയർബേസ്, പത്താൻകോട്ട് എയർബേസ് എന്നിവ ലക്ഷ്യമാക്കി, അതുപോലെ തന്നെ ബിയാസ് ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഇന്ന് വ്യോമാക്രമണം നടത്തി. ആ വ്യോമാക്രമണം ഇന്ത്യ പരാജയപ്പെടുത്തി. ശ്രീനഗറിലേക്കും ഉധംപൂരിലേക്കും പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചു. ജമ്മുവിലും ശ്രീനഗറിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടാണ് ഇന്ന് ജനങ്ങൾ എഴുന്നേറ്റത് തന്നെ. പക്ഷേ പാകിസ്ഥാന്റെ വലിയ പ്രകോപനത്തെ ഇന്ത്യ നേരിട്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ വലിയ മിസൈൽ ആക്രമണത്തെ ഇന്ത്യ സമ്പൂർണ്ണമായി പ്രതിരോധിച്ചിരിക്കുന്നു. ഡൽഹിയിലേക്ക് തന്നെ ഫത്തേഹ് 1 മിസൈലുകൾ അയക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഈ ആക്രമണ ശ്രമത്തെ ഇന്ത്യ പരാജയപ്പെടുത്തി.